നിറത്തിന്റെ പേരിൽ നവവധുവായ കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസിന്റെ മരണത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപെയാണ് 2023 മെയിൽ വിവാഹിതരായ വിഷ്ണുജയുടെ ആത്മഹത്യയുടെയും സത്യാവസ്ഥ പുറത്തുവരുന്നത്. വിഷ്ണുജയ്ക്ക് ജോലിയില്ലെന്നും സൗന്ദര്യം കുറവാണെന്നും സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ് വിഷ്ണുജയുടെ ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. നിറത്തിന്റെ പേരിലും ക്രൂരമായി ദ്രോഹിച്ചു. പീഡനങ്ങളിൽ മകൾ ഭർത്തൃവീട്ടുകാരുടെ സഹായം തേടിയപ്പോൾ അവർ ഭർത്താവിന്റെ പക്ഷം ചേരുകയാണ് ചെയ്തതെന്നും വിഷ്ണുജിയുടെ കുടുംബം ആരോപണമുന്നയിച്ചു. സമാനമായി കൊണ്ടോട്ടിയിലെ നവവധു ഷഹാന മുംതാസിന്റെ മരണത്തിലും നിറത്തിന്റെ പേരിലും ഇംഗ്ലീഷ് അറിയില്ലെന്ന പേരിലും ഭർത്താവ് യുവതിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നതും ഒരേ പാതയിലുള്ള കേസുകളാണ്. നിറത്തിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും മാനസിക പീഡനം നേരിട്ടതിനെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അബ്ദുൽ വാഹിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിറം കുറവാണെന്ന് പറഞ്ഞ് ഭർത്താവ് ഫോണിലൂടെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ഷഹാന മുംതാസിന്റെ ബന്ധുക്കൾ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ജനുവരി 13 19 വയസ്സുകാരിയായ ഷഹാന മുംതാസിനെ വീടിന്റെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഷഹാന മുംതാസിന്റെ ഭർത്താവ് വിദേശത്തേക്ക് പോവുകയും പിന്നീട് ഫോണിലൂടെ നിരന്തരം നിറത്തിന്റെ പേരിലും ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിലും മാനസികമായി യുവതിയെ പീഡിപ്പിച്ചിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സമാനമായി വിഷ്ണുജയുടെ കുടുംബവും വിഷ്ണുജ നേരിട്ടത് അതിക്രൂര പീഡനമാണെന്ന് പോലീസിൽ മൊഴി നൽകി. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് വിഷ്ണുജയുടെ ഭർത്താവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ മരണത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. മലപ്പുറം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. സ്ത്രീധന പീഡനം സംബന്ധിച്ച് തെളിവ് ലഭിച്ചാൽ അതിന്റെ വകുപ്പുകൾ കൂടി ചുമത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മരണത്തിൽ മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. മലപ്പുറം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. സ്ത്രീധന പീഡനം സംബന്ധിച്ച് തെളിവ് ലഭിച്ചാൽ അതിന്റെ വകുപ്പുകൾ കൂടി ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. Don't worry money ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.